CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം നേതാക്കൾ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണവുമായി ഭാര്യ വിനോദിനി. കേരളത്തിലെ ഉന്നതനായ PB അംഗം അവഗണിക്കുന്നു. കോടിയേരിയുടെ മരണശേഷം ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര വിമർശനമാണ് വിനോദിനി ഉന്നയിച്ചത്. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനോദിനിയുടെ വിമർശനങ്ങൾ. കോടിയേരിയുടെ മരണശേഷം CPMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണെന്നാണ് വിനോദിനി പറയുന്നത്. നേതാക്കൾ കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ല. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗം ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ സൗഖ്യം അന്വേഷിച്ചില്ല എന്നും പറയുന്നു. പച്ചക്കുതിര എന്ന മാസികയിലെ അഭിമുഖത്തിലാണ് വിനോദിനി കോടിയേരിയുടെ ഈ തുറന്നു പറച്ചിൽ വന്നിട്ടുള്ളത്. കോടിയേരിയുടെ വിയോഗശേഷം 4 വർഷം പിന്നിടുകയാണ്. മരണവും സംസ്കാരവും കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരെയും കുടുംബത്തിന്റെ സുഖവിവരം അന്വേഷിച്ച് കണ്ടില്ല എന്ന കാര്യം അവർ പറയുന്നുണ്ട്. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തൊന്ന് വിളിക്കാൻ പോലുമുള്ള മനസ്സ് കാണിച്ചിട്ടില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പ്രധാന കാര്യം പറയാൻ, പാർട്ടിയിലെ ഒരു പ്രധാന നേതാവിനെ താൻ പലതവണ ഫോണിൽ വിളിച്ചു. കാര്യസാധനത്തിന് എന്തെങ്കിലും ആണെന്നോർത്താകണം അദ്ദേഹം ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല എന്നാണ് വിനോദിനി പറയുന്നത്. അത് പിണറായി വിജയനാണോ എന്ന സംശയത്തിന് പിണറായി വിജയൻ ഫോൺ എടുക്കുമെന്നും എടുക്കാൻ പറ്റാത്തത്ര തിരക്കുണ്ടെങ്കിൽ അടുത്ത ആദ്യ അവസരത്തിൽ തന്നെ തിരിച്ചു വിളിക്കുമെന്നും വിനോദിനി പറയുമ്പോൾ MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചാണ് ഗുരുതര വിമർശനം എന്നത് വ്യക്തമാവുകയാണ്. കോടിയേരിയുടെ മരണത്തിന് ശേഷം കുടുംബം പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. 2023 ലഹരിക്കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിട്ടും പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചു കിട്ടാൻ ബിനീഷ് കോടിയേരി 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ വിജയിച്ച ശേഷം കോടിയേരിയുടെ വീട്ടിലെത്തിയിരുന്നു. അന്ന് ആര് വന്നാലും സ്വീകരിക്കുമെന്നാണ് വിനോദിനി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. മാസികയിൽ വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ വിനോദിനിയെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, CMRL എക്സാലോജിക് കേസിന്റെ പശ്ചാത്തലത്തിൽ കോടിയേരിയുടെ മക്കളോട് പാർട്ടി കാണിച്ചത് ഇരട്ട നീതി ആണ് എന്ന തരത്തിൽ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് വലിയ ചർച്ചയാകുന്നുമുണ്ട്. 2023 ലഹരിക്കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിട്ടും പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചു കിട്ടാൻ ബിനീഷ് കോടിയേരി 3 വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത്. ഇത് പല ആരോപണങ്ങൾക്കും ഇടയായിരുന്നു. ആ ആരോപണ മുന നീളുന്നത് MV ഗോവിന്ദന് നേരെയായിരുന്നു. നമുക്കറിയാം, ഈ ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ബിനീഷ് കോടിയേരി അവിടെ അതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത് തന്റെ കടമയാണ് പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ എന്നതാണ് ബിനീഷ് കോടിയേരി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വരുമ്പോൾ അന്ന് പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ ഇരട്ട നീതിയാണ് പാർട്ടിയിലുള്ളത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ വിനോദിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നും പാർട്ടിക്കൊപ്പമാണെന്നും പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉൾപാർട്ടി വേദികളിൽ അനിവാര്യമെന്നുകൂടി വിനോദിനി കോടിയേരി അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിനെതിരെ താഴ്ത്തട്ടിലൊക്കെ കടുത്ത വിമർശനം ഉയരുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായെന്ന് തുറന്നു പറയേണ്ടി വരുന്നത്. തളിപ്പറമ്പിൽ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ MV ഗോവിന്ദനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് MV ഗോവിന്ദനെ തന്നെ ലക്ഷ്യമിട്ട് വിനോദിനിയും തുറന്നു പറച്ചിൽ നടത്തുന്നത്. ഇനി ഇത് ഏതൊക്കെ തരത്തിൽ ചർച്ചയാകുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും MV ഗോവിന്ദനാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. എന്നും പാർട്ടിക്കൊപ്പം നിന്ന, പാർട്ടിക്ക് വിധേയനായി നിന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിനാണ് ഇത്തരമൊരു ദുരനുഭവം പാർട്ടിയിൽ നിന്ന്, മുതിർന്ന നേതാവിൽ നിന്നുണ്ടായത് എന്നത് വലിയ രീതിയിൽ ചർച്ചയാകും, സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.